Dear students, Environmental Science and Disaster Management എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 7th പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാൻഡ് റിസോഴ്സസ്, അതാണ് 7th പാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ലാൻഡ് റിസോഴ്സസ്? ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമില്ല അല്ലേ. നാച്ചുറലി നമ്മുടെ ലാൻഡിൽ അക്കർ ചെയ്യുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ ലാൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ലാൻഡ് റിസോഴ്സസിനെ ഡിഫറെൻറ്റ് പേർപ്പസസിന് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ. എന്തൊക്കെ പേർപ്പസസിന് യൂസ് ചെയ്യാം? ലാൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ അഗ്രികൾച്ചർ ചെയ്യുന്നത് ലാൻഡിലാണ്. ഫോറസ്റ്റ് ഉള്ളത് എവിടെയാണ്? ലാൻഡിലാണ്. സോ ഇതെല്ലാം എന്താണ്? ലാൻഡ് റിസോഴ്സസ് തന്നെയാണ്. ലാൻഡ് ആസ് എ റിസോഴ്സ് അല്ലേ. നമുക്ക് ലാൻഡിനെ എങ്ങനെയായിട്ട് റിസോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? മാൻകൈൻഡിന് മാത്രമല്ല, അതേപോലെ തന്നെ ഓർഗാനിസംസിന് എല്ലാം എന്താണ്? ലാൻഡ് ഒരു മേജർ റിസോഴ്സ് തന്നെയാണ്. എല്ലാം എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും വെജിറ്റേഷൻ ആണെങ്കിലും എല്ലാം എന്താ സപ്പോർട്ട് ചെയ്യുന്നത്? ലാൻഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ലാൻഡിൽ എന്തൊക്കെയുണ്ട്? മിനറൽസ് ഉണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട്, കുറേ എക്സ്റ്റെൻറ്റ് വരെ ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇതെല്ലാം എന്തുണ്ട്? ലാൻഡിലുണ്ട്. ദെൻ ഒരു ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ഡികമ്പോസിഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? വൈറ്റൽ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്തിനാണുള്ളത്? ലാൻഡിനാണുള്ളത്. സോ നമുക്ക് ലാൻഡിനെ ഒരു റിസോഴ്സായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഫാക്ട്സാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് അല്ലെ, മാനിന് ഹാബിറ്റാറ്റാണ് അല്ലെ, ലിവിങ് ചെയ്യാനുള്ളൊരു ഹാബിറ്റാറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മാൻ്റെ ലൈഫിൽ എന്തൊക്കെയുണ്ട്? എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനും നമുക്ക് എവിടെ പെർഫോം ചെയ്യാം? ലാൻഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ദെൻ സോയിൽ കവർ ഉണ്ട് ലാൻഡിൽ, അതെന്ത് ചെയ്യും? പ്ലാന്റ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും, അതേപോലെ അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് നമുക്ക് ലാൻഡിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. റോഡ്സും റെയിൽവേസും ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ലാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ട്, അതേപോലെ ലാൻഡ് വൈൽഡ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം എന്താണ്? ലാൻഡ് ആസ് എ റിസോഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് യൂസ്. ലാൻഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? റിക്രിയേഷണൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ. ഹൈക്കിങ്, അതുപോലെ ക്യാമ്പിങ്, ബൈക്കിങ്, ഇതുപോലെയുള്ള റിക്രിയേഷണൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനെ യൂസ് ചെയ്യാം. റോഡ് നെറ്റ്വർക്ക്സ്, അതുപോലെ റെയിൽവേ ട്രാക്സ് ഒക്കെ ലേ ചെയ്യാൻ യൂസ് ചെയ്യാം. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഓപ്പൺ ലാൻഡ് യൂസ് ചെയ്യാം. റെസിഡൻഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് ഹോം അല്ലെങ്കിൽ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ദെൻ കമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ പർപ്പസസിന് യൂസ് ചെയ്യാം. മാനുഫാക്ചേഴ്സ് ആയിട്ടോ ബിസിനസ്മാൻ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡിനെ ആസ് എ റിസോഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് യൂസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. എന്ത് ലാൻഡ് ഡീഗ്രഡേഷൻ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മുടെ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അതിനനുസരിച്ച് എന്ത് കൂടും? ലാൻഡിൻ്റെ യൂസേജും കൂടും. നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ലാൻഡ് വേണ്ടി വരും. ഫുഡ് അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിൻ്റെ ആവശ്യം വരും? ഫ്യൂവൽ വുഡിൻ്റെ ആവശ്യം അതേപോലെ കൂടുകയാണ്. സോ ഈ ഫുഡ് പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ ഫ്യൂവൽ വുഡിൻ്റെ യൂസേജൊക്കെ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ലാൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സാണ് അല്ലേ. സോ നമ്മൾ ആ ലിമിറ്റഡ് റിസോഴ്സിനെ ഒരുപാട് എന്ത് ചെയ്യാണ്? യൂട്ടിലൈസ് ചെയ്യാണ്. സോ ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് റിസോഴ്സസ് ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ലാൻഡ് ഡീഗ്രേഡഡ് ആവും. എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കോസസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? എന്തൊക്കെയാണ്? സോയിൽ ഇറോഷൻ ഉണ്ട്, വാട്ടർ ലോഗിങ് ഉണ്ട്, അതേപോലെ തന്നെ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ വിത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ലാൻഡിൻ്റെ ക്വാളിറ്റി കുറയും, ആ സോയിൽ പൊല്യൂട്ടഡായി മാറും. ദെൻ സോയിൽ ഇറോഷൻ എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ലാൻഡ് ഡിഗ്രഡേഷൻ. ക്വാളിറ്റി ഉള്ള സോയിൽ, ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലൊക്കെ ഒഴുകി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ലോ ക്വാളിറ്റി ഉള്ള സോയിൽ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടായിരിക്കും. ദെൻ കോസസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ നമ്മളിതിൽ എന്താ പറയുന്നത്, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കോസും എന്താണെന്നുള്ളത് ലാൻഡ് ഡിഗ്രഡേഷനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ലാൻഡ് ക്ലിയറൻസ് ആണ്. ലാൻഡ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലാൻഡ് ക്ലിയർ ചെയ്യുന്നത്? നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസസിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാൻഡ് ക്ലിയർ ചെയ്യും, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടൊക്കെ. സോ ഈ ഫോറസ്റ്റ് കട്ട് ചെയ്യും, അതേപോലെ ഡിഫോറസ്റ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടുത്തെ സോയിലിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആവും. സോ അവിടുത്തെ ലാൻഡ് എന്താവും, ഡീഗ്രേഡഡ് ആവും. ദെൻ അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡിപ്ലീഷൻ. നമ്മൾ കറക്റ്റായിട്ടല്ല അഗ്രികൾച്ചർ ചെയ്യുന്നതെങ്കിൽ, ഫാമിംഗ് പ്രാക്ടീസസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, സോയിൽ ന്യൂട്രിയൻസിൻ്റെ ഡിപ്ലീഷൻ അവിടെ ഉണ്ടായിരിക്കും. ആവശ്യമായിട്ടുള്ള സോയിൽ ന്യൂട്രിയൻസ് അവിടെ ഇല്ലാത്ത സിറ്റുവേഷൻ വരും. സോ അത് കാരണം എന്ത് സംഭവിക്കും, ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഒരുപാട് എന്ത് ചെയ്യും, ഓവർ ഗ്രേസിങ്ങോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും ക്വാളിറ്റി ഓഫ് സോയിൽ പുവറാവും. അതേപോലെ സോയിൽ ഇറോഷൻ കോസ് ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി എന്തിനത് ലീഡ് ചെയ്യും, ലാൻഡ് ഡീഗ്രഡേഷന് ലീഡ് ചെയ്യും. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് ഇറിഗേഷൻ ആൻഡ് ഓവർ ഡ്രാഫ്റ്റിംഗ്. ഇറിഗേഷൻ പ്രോപ്പർ അല്ലെങ്കിലും അവിടെ ഒരുപാട് നമ്മൾ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ടർ ക്വാളിറ്റി റെഡ്യൂസ്ഡ് ആവും. അതേപോലെ എന്താ, വാട്ടർ ലോഗിങ് ഉണ്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി ലാൻഡ് ഡിഗ്രഡേഷൻ അത് ലീഡ് ചെയ്യും. ദെൻ അർബൻ സ്പ്രോൾ ആൻഡ് കമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ്. അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാൻഡ് ഒരുപാട് ക്ലിയർ ചെയ്യാണ്. അതേപോലെ അർബനൈസേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്, സിറ്റീസിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. സോ സിറ്റീസിലോട്ട് എത്തുന്ന സമയത്ത് എന്താ, പോപ്പുലേഷൻ കൂടുതലാണ്, പിന്നെ ഈ റോഡ്സ് ഒരുപാട് കൂടുതലായിരിക്കും. അതേപോലെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം വളരെ കൂടുതലായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി അത് എന്തിനെ ലീഡ് ചെയ്യും, ലാൻഡ് ഡിഗ്രഡേഷനെ ലീഡ് ചെയ്യും. ദെൻ വെഹിക്കിൾ ഓഫ് റോഡിങ്. ഓഫ് റോഡിങ്ങിൻ്റെ സമയത്ത് എന്താണ്, ഡസ്റ്റാണ് ഒരുപാട് അവിടെ വരിക അല്ലേ. ഓഫ് റോഡിങ് റേസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരുപാട് മഡി ആയിട്ടുള്ള റോഡുകളും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ, അവിടെയും ലാൻഡ് ഡിഗ്രഡേഷന് കാരണമായിരിക്കും. പിന്നെ സ്റ്റോൺസ്, അതുപോലെ സാൻഡ്, ഓസ് ആൻഡ് മിനറൽസ് ഇതൊക്കെ ക്വാറൈൻ ചെയ്തെടുക്കുമ്പോൾ, എങ്ങനെ ക്വാറൈൻ ചെയ്തെടുക്കുക, പാറയൊക്കെ പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ലാൻഡ് ഡിഗ്രഡേഷനാണ് ഉണ്ടാവുക. വൈൽഡ് ലൈഫിൻ്റെ ഹാബിറ്റാറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത്, ഫീൽഡ് സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്, നമ്മൾ എക്കണോമിക്സിൻ്റെ ബേസിസിലൊക്കെ ചെയ്യുകയാണ്. സോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ലാൻഡ് ഡിഗ്രഡേഷനാണ് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ലീഡ് ചെയ്യുന്നത്. ദെൻ ഇഫക്ട്സ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ, കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഇഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഈ ലാൻഡ് നന്നായി ഡീഗ്രേഡഡ് ആയെന്ന് വിചാരിക്കും. സോ അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇമ്പാക്ട്സ് അവിടെ ഉണ്ടായിരിക്കുക, സർഫസ് റൺ ഓഫ് ആൻഡ് ഫ്ലഡ്സ് അല്ലേ. പെട്ടെന്ന് അവിടെയുള്ള സോയിൽ മൊത്തം റൺ ഓഫ് ചെയ്ത് പോവും. ദെൻ ഇതിങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, അവിടെ പ്രോപ്പറായിട്ട് പ്ലാന്റ്സ് ഒന്നും ഇല്ല ഫ്ലോയിങ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്ത് ചെയ്യുക, അവിടെ ഫോറസ്റ്റും പ്ലാന്റ്സ് ഒന്നും ഇല്ല. അൾട്ടിമേറ്റ്ലി അവിടെ ഫ്ലഡ് റിസൾട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ഡെസർട്ടിഫിക്കേഷൻ. ഇത് മൊത്തം ഡീഗ്രേഡഡ് ആയി. സോ വരുന്ന സോയിൽ മൊത്തം എന്താ, ഫ്ലോയിങ് വാട്ടർ മൊത്തം എന്ത് ചെയ്യും, ആ സോയിൽ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും. ദെൻ അൾട്ടിമേറ്റ്ലി എന്താ, അവിടെ പ്ലാന്റ്സും ഒന്നുമില്ല, മീൻസ് പ്രോപ്പർ സോയിലിൽ എന്ത് സംഭവിക്കില്ല, പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഒന്നും നടക്കില്ല. സോ അവിടെ അൾട്ടിമേറ്റ്ലി ഡെസർട്ടിഫിക്കേഷൻ സംഭവിക്കും. ദെൻ പ്രോപ്പർ സോയിലൊന്നും ഇല്ല, അപ്പോൾ എന്താ, അവിടെ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ടുണ്ടാവില്ല, ലാൻഡ് പ്രൊഡക്റ്റീവ് അല്ലാതായി മാറും. സോ അവിടെ അഗ്രികൾച്ചറൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറും. അവിടെ സോയിൽ ആസിഡിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ആൽക്കലൈസേഷൻ, ഒന്നിലെ ആസിഡിറ്റി കണ്ടൻറ്റ് കൂടുതലായിരിക്കും സോയിലിൻ്റെ, അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ദെൻ സാലിനിറ്റി ഉണ്ടായിരിക്കും സോയിലിൽ അല്ലേ, പ്രോപ്പർ ന്യൂട്രിയൻസ് ഒന്നുമില്ല, സോൾ കണ്ടൻറ്റ് കൂടുതലായി വരും. ദെൻ ബയോഡൈവേഴ്സിറ്റി അവിടെ നഷ്ടപ്പെടും. ദെൻ അതുപോലെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഒരുപാട് മനുഷ്യന്മാർക്ക് അവിടെ ഉണ്ടായിരിക്കും. സോ അവർക്ക് അവിടെ ലിവിങ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്ത് പോകും. സോ ഇതിന് ബ്രീഫായിട്ട് നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പോവേർട്ടി വരുന്നുണ്ട്, പോപ്പുലേഷൻ കൂടും, അതുപോലെ ലാൻഡിൻ്റെ റിസോഴ്സസ് കുറഞ്ഞു വരും.
അങ്ങനെ കുറേ കാര്യങ്ങൾ ലാൻഡ് ഡിഗ്രഡേഷൻ്റെ ഒരു സൈക്കിളായിട്ട് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ഡിഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അഫോറസ്റ്റേഷൻ ചെയ്യാം നമുക്ക് അല്ലേ, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് അവിടെ ഫോറസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് ഡിഗ്രഡേഷൻ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രേസിങ് ചെയ്യുന്ന സമയത്തും ലൈഫ് സ്റ്റോക്കൊക്കെ ഗ്രേസിങ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടാണ് അത് മാനേജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ലാൻഡ് ഡിഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഷെൽട്ടർ ബെൽറ്റ്സ് ഫോർ പ്ലാന്റ്സിനിട്ടുള്ള ഷെൽട്ടർ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സാൻഡ് ഡ്യൂൺസിൻ്റെ സ്റ്റെബിലൈസേഷൻ ചെയ്യാം. സ്റ്റെബിലൈസേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, തോണി ബുഷസ് പ്ലാന്റ് ചെയ്തിട്ട് അതെന്താ ചെയ്യുക, വളരെ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകാത്ത മുൾച്ചെടികൾ നമ്മൾ അവിടെ പ്ലാന്റ് ചെയ്തിട്ട് അവിടെയുള്ള സാൻഡ് ഡ്യൂൺസിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. അതേപോലെ വേസ്റ്റ് ലാൻഡ് പ്രോപ്പറായി മാനേജ് ചെയ്യാം, മൈനിങ് കൺട്രോൾ ചെയ്യാം. അതേപോലെ നമുക്ക് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റിനെ പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യുക. മീൻസ് എന്താ പറയുക, നമ്മുടെ ലാൻഡ് ഡീഗ്രേഡ് ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പർ മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് ഡിഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇറോഷനെ കുറിച്ചാണ് നോക്കാനുള്ളത് അല്ലേ. നമ്മളെന്താ സോയിൽ ഇറോഷനൊക്കെ വളരെ മുന്നേ കേൾക്കാൻ തുടങ്ങിയ ടേമാണ്. ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറോഷൻ എന്ന് പറഞ്ഞാൽ റോക്സിനെയും സോയിലിനെയും എല്ലാം ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഇറോഡഡ് ആയി പോകുന്ന മെറ്റീരിയലിനെ എന്ത് പറയാം, സെഡിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് എന്താണോ ട്രാൻസ്പോർട്ടഡ് ആവുന്നത് ആ മെറ്റീരിയലിനെ നമുക്ക് സെഡിമെൻ്റ് എന്ന് വിളിക്കാം. എന്താണ് ഇറോഷൻ ഉണ്ടാക്കുന്ന സാധനം അല്ലേ, ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. എപ്പോഴും ഗ്രാവിറ്റേഷണൽ പുൾ എങ്ങോട്ടേക്കാണ്, നമ്മുടെ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള പുള്ളാണ് ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോയിൽ ഇറോഷൻ ഉണ്ടാക്കുന്ന സോയിൽ ഇറോഷൻ എന്ന് മാത്രമല്ല, ഇറോഷൻ ഉണ്ടാക്കുന്ന സംഭവം എന്താണ്, ഈ സെഡിമെൻസിനെ എല്ലാം വാട്ടറോ അല്ലെങ്കിൽ വിൻഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസീസ് നമ്മുടെ ഡൗൺവേർഡ് സൈഡ്സിലോട്ട് അല്ലേ, അപ് സ്ട്രീമിൽ ഡൗൺ സ്ട്രീമിലോട്ട് എന്ന് പറയുന്ന പോലെ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഡൗൺവേർഡ് സൈഡിലോട്ട് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് എത്തിക്കുന്നത്, ഗ്രാവിറ്റിയാണ് അല്ലേ. കോസ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറോഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താവാം, സോയിലിൻ്റെ ഇറോഷൻ ഏതൊക്കെ രീതിയിലാവാം, മഡ് ഫ്ലോസ് ആവാം അല്ലേ, ചെളിയായിട്ട് ഒഴുകി പോവാം, അത് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് ആവാം, മണ്ണിടിച്ചിലാവാം. സോ ഇതെല്ലാം എന്തിൻ്റെ കാരണമായിട്ടാണ് വരുന്നത്, ഗ്രാവിറ്റിയാണ് ഇതെല്ലാം കോസ് ചെയ്യുന്നത്. നോക്കി ഇതിലിപ്പോൾ നമ്മൾ രണ്ടും എന്താണെന്നുള്ള ഡയഗ്രാമാറ്റിക്കലി കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാമാറ്റിക്കലല്ല, അതിൻ്റെ ഇമേജസ് തന്നെ കാണിച്ചിട്ടുണ്ട്. മഡ് ഫ്ലോ നോക്കിയ വാട്ടറാണ് എന്ത് ചെയ്യുന്നത്, ഡൗൺവേർഡ് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇറോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതേസമയം ലാൻഡ് സ്ലൈഡ് എന്താണ്, മണ്ണിടിച്ചിലാണ്, അത് മൊത്തം ഇടിഞ്ഞ് പോവുകയാണ് അല്ലേ. സോ ഈ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മഡ് ഫ്ലോ, എന്താണ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത്. എന്താണ് മെയിൻ കോസ് ഓഫ് ഇറോഷൻ നോക്കാം. മെയിനായിട്ടുള്ള കോസ് എന്താ, ഇറോഷൻ്റെ മൂവിങ് വാട്ടറാണ് മെയിനായിട്ടുള്ള കോസ്. ഇങ്ങനെ ഇറോഷൻ ഉണ്ടാക്കുന്നത് വാട്ടർ ആണെങ്കിൽ ആ മൂവിങ് വാട്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം, റൺ ഓഫ് എന്ന് വിളിക്കാം. സോ ഈ ട്രാൻസ്പോർട്ടഡ് ആയിട്ടുള്ള സോയിലിനെ നമുക്ക് എന്ത് വിളിക്കാം, സെഡിമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഈ സെഡിമെൻറ്റ്സിനെ ക്യാരി ചെയ്യുന്ന വാട്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം, റൺ ഓഫ് എന്ന് വിളിക്കാം. സോ മെയിനായിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷനാണ്. എന്തൊക്കെ കാരണങ്ങളാണ് സോയിൽ ഇറോഷൻ കാരണം ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോയിൽ ഇറോഷൻ കാരണം ഉണ്ടാകുന്നത് നോക്കാം. മെയിനായിട്ട് എപ്പോഴാണ് സോയിൽ ഇറോഷൻ വരുന്നത്, നമ്മൾ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിൽ കൺസ്ട്രക്ഷൻ ഫാമിങ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ സ്റ്റീപ്പി സ്ലോപ്സ് ആവുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ഒരു കല്ലെടുത്തിടുകയാണെങ്കിൽ സ്ലോപ്പിൽ എന്ത് സംഭവിക്കും, ആ കല്ല് താഴോട്ട് എത്താനുള്ള ടെൻഡൻസി ആണെങ്കിൽ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് കോസ് ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. സോ നമ്മൾ ഈ ഫാമിങ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റി മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്, പിന്നെന്താ, വാട്ടറിൻ്റെ പ്രസൻസ് കൂടി എന്തായാലും നമ്മൾ ഇറിഗേഷൻ ചെയ്യും. സോ ഈ വാട്ടറും കൂടി എന്തുണ്ടാക്കും, ഈ സോയിലിന് ഡൗൺവേർഡ് സൈഡിലോട്ട്
ഇറോഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. സോ എന്ത് സംഭവിക്കും, ഈ ടോപ്പ് സോയിൽ മൊത്തം ഇങ്ങനെ ഇറോഡഡ് ആയിട്ട് താഴോട്ട് എത്തും. സോ ഇതാണ് മെയിനായിട്ട് ഇഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടോപ്പ് സോയിൽ എന്ന് പറയുന്നത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അവൈലബിൾ ആയിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത് ടോപ്പ് സോയിലാണ്. സോ ഈ ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാവും, ഫാമിങ് ചെയ്യുന്നത് അവിടെ ബുദ്ധിമുട്ടായി മാറും. സോ ഈ റൺ ഓഫ് എന്ന് പറയുന്നത് വാട്ടർ ഈ ടോപ്പ് സോയിൽ റിമൂവ് ചെയ്തു. സോ വാട്ടറാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. സോ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ ഫാമിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. പിന്നെ അതേപോലെ തന്നെ എന്ത് സംഭവിക്കും, ഈ വാട്ടർ ഒരുപാട് ഫോഴ്സിലാണ് ഈ ടോപ്പ് സർഫസിലൂടെ അല്ലെങ്കിൽ സോയിലിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ വെജിറ്റേഷൻ, ആ ടോപ്പ് സോയിലുള്ള വെജിറ്റേഷനെ മൊത്തം വാട്ടർ റൺ ഓഫ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. സോ അവിടെ എന്ത് സംഭവിക്കും, ലാൻഡിന് വെജിറ്റേഷൻ നഷ്ടപ്പെടും. സോ അത് പിന്നെയും എന്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്, സോയിൽ ഇറോഷൻ. വെജിറ്റേഷൻ എന്ത് ചെയ്യുമ്പോൾ സോയിലിനെ പിടിച്ചു നിർത്തുന്നതാണ്, അത് പിന്നെയും സോയിൽ ഇറോഷനോട്ട് ലീഡ് ചെയ്യും. ആ വെജിറ്റേഷൻ എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് സോയിൽ ഇറോഷൻ കൂട്ടുന്നു എന്ന് പറയുന്നത്, ആ റൂട്ട്സ്, വെജിറ്റേഷൻ്റെ റൂട്ട്സ് എന്ത് ചെയ്യും, വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് റൺ ഓഫിനെ തടയും. ഐ മീൻ ടോപ്പ് സോയിലിൻ്റെ ഇറോഷൻ തടയും. ആ വെജിറ്റേഷൻ തന്നെ റിമൂവ്ഡ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ടോപ്പ് സോയിലും അതോടൊപ്പം റിമൂവ്ഡ് ആയിക്കൊണ്ടിരിക്കും. സോ പിന്നെയും സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന ഇതിലോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാം? മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ട്രീസ് നട്ടുപിടിപ്പിക്കുക, അല്ലെ, ഫോറസ്റ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ റിഫോറസ്റ്റേഷൻ. അവിടെ നഷ്ടപ്പെട്ടു പോയ ഫോറസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്ങനെ റിഫോറസ്റ്റേഷൻ വഴി എന്ത് ചെയ്യാം, നമുക്ക് സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓർഗാനിക് മാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റിംഗ് ചെയ്യാം, അല്ലേ. കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അഗ്രികൾച്ചറിനുള്ള മാനുവേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓർഗാനിക് മാറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, പൊല്യൂഷൻ കുറവായിരിക്കും. ദെൻ സോയിലിന് ലാൻഡ് ഡിഗ്രഡേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അതെന്ത് ചെയ്യില്ല, അൾട്ടിമേറ്റ്ലി സോയിൽ ഇറോഷനിലോട്ട് ലീഡ് ചെയ്യില്ല. സോ ഈ ഓർഗാനിക് മാറ്റർ ഉപയോഗിച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോപ്പിന് എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ ചെയ്യുക. പ്ലാന്റ്സ് നമ്മൾ സ്ലോപ്പിന് എക്രോസ് ആയിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ റൂട്ട്സും ആ പ്ലാന്റ്സും ഫ്ലോയിങ് വാട്ടർ റൺ ഓഫിനെ തടഞ്ഞു നിർത്തും. സോ അതേപോലെ തന്നെ സോയിൽ ഇറോഷനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്താണ് സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർ സീഡിങ് ആണ് മെത്തേഡ്. എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാഷ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ആ ക്യാഷ് ക്രോപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കവർ ക്രോപ്പും കൂടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, ആ കവർ ക്രോപ്പ് ഗ്രോ ചെയ്യുന്നതോടുകൂടി ഈ ക്യാഷ് ക്രോപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ഈ ഫിഗറിൽ തന്നെ ഉണ്ട് നോക്കി, രണ്ട് സൈഡ് നമ്മൾ എന്താ ക്യാഷ് ക്രോപ്സ് വെച്ച് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ നമ്മളൊരു കവർ ക്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റേഷൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള സോയിലിൽ റോഡ് ചെയ്ത് പോവാതെ തടഞ്ഞു നിർത്തും. സോ ആ ക്രോപ്സ്, നമ്മുടെ ക്യാഷ് ക്രോപ്പിന് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. പിന്നെ വേറൊരു മെത്തേഡാണ് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. നമ്മളൊരു ഗ്രാസ് കൾട്ടിവേറ്റ് ചെയ്യുക, വെറ്റീവർ ഗ്രാസ് എന്ന് പറഞ്ഞൊരു ഗ്രാസ് കൾട്ടിവേറ്റ് ചെയ്യുക. ആ ഗ്രാസിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 2 to 4 മീറ്റേഴ്സ് വരെ ഡൗൺവേർഡിലോട്ട് വളരും. സോ അത്രയും മീറ്റേഴ്സ് വരെ എന്ത് സംഭവിക്കും, ആ സോയിലിന് അത് അത്രയും ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് നിർത്തും. സോ അവിടെയുള്ള സോയിൽ ഇറോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആണ്. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അവിടുത്തെ വെജിറ്റേഷൻ മൊത്തം നഷ്ടപ്പെട്ടു പോയി. സോ അതുപോലെ ടോപ്പ് സോയിൽ ഇറോഡഡ് ആയി. എല്ലാ പ്രശ്നങ്ങളും കാരണം അവസാനം എന്തായിരിക്കും, ആ ഏരിയ മൊത്തം എന്തായി മാറും, ഡെസേർട്ടായി മാറും. ആ ജോഗ്രഫിക് റീജിയൻ മൊത്തം ഡെസേർട്ടായി മാറും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയാൻ.
ഒന്നില്ലെങ്കിൽ നാച്ചുറൽ ചേഞ്ചസ് വഴി ഡെസേർട്ടിഫിക്കേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴി സംഭവിക്കാം. നെക്സ്റ്റ് കോസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ ആണ്. ഡെസേർട്ടിഫിക്കേഷൻ്റെ കോസസ് എന്താണെന്നുള്ളത് ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, വെജിറ്റേഷൻ്റെ റൂട്ട്സ് എന്ത് ചെയ്യും, സോയിലിനെ ബൈൻഡ് ചെയ്ത് നിർത്തും. വെജിറ്റേഷൻ നശിച്ചു അല്ലേ, വെജിറ്റേഷൻ ഡൈസ്. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ലീവ്സ് ഇല്ല, അവിടെ വരുന്ന റെയിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ലീവ്സ് ഇല്ല. സോ എന്ത് സംഭവിക്കും, സോയിൽ അവിടുത്തെ വാഷായി പോവും. പിന്നെന്തായി, ആ ഉള്ള സോയിൽ വാഷായി പോയി കഴിഞ്ഞാൽ ബാക്കി സോയിലിന് എന്താവും, സൺ അതിനെ ബേക്ക് ചെയ്യും അല്ലേ. സോ അത്രയും ടെമ്പറേച്ചർ കൂടും, അതെന്താവും, ക്രാക്കായി പോകും സോയിൽ. ദെൻ എന്തായി, ആ സോയിൽ ഡിഗ്രേഡഡ് ആയി, അതിന് ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു, സ്ട്രക്ചറെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ എന്താണ്, അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൂസ് സോയിലായി മാറി എന്താവും, ആ വിൻഡ് ആ സോയിലിനെ ബ്ലോ ചെയ്ത് കൊണ്ടുപോകും. സോ മൊത്തം എന്താവും, അവസാനം അതൊരു ഡെസേർട്ടായി മാറും. സോ കോസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഡയഗ്രാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡെസേർട്ടിഫിക്കേഷൻ കാരണം എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാകുന്നത് നോക്കാം. എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാകുന്നത്, അവിടെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെയുള്ള ലൈഫ് സ്റ്റോക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രേസിങ് ചെയ്യാൻ പറ്റില്ല. സോ അതും നശിച്ചു പോകും. എന്താ, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്താ, ഫെമൈൻ വരും അല്ലേ, ദാരിദ്ര്യവും പട്ടിണിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ദെൻ അൾട്ടിമേറ്റ്ലി അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, ഡെത്തിലോട്ട് ലീഡ് ചെയ്യും. ദെൻ അതേപോലെ ഒരുപാട് ആൾക്കാർ എന്താവും, അവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് എത്തി. സോ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകും വേറെ എങ്ങോട്ടെങ്കിലും. ദെൻ ഇൻഫോർമൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ടാവും അല്ലേ. നമുക്ക് എവിടെയും ജീവിക്കാൻ സിറ്റുവേഷൻ ഇല്ലാതാവുമ്പോൾ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകും. ദെൻ ഓൾറെഡി ഒരുപാട് മാസീവ്ലി ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസിലോട്ടെല്ലാം അവരെ എത്തിപ്പെടും. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലോട്ടാണ് ഡെസേർട്ടിഫിക്കേഷൻ ലീഡ് ചെയ്യുന്നത്. ഫിസിക്കൽ ഇമ്പാക്ട്സ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ ആണ്. ഫിസിക്കലി എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയത് ഹ്യൂമനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ് ആണ്. ഫിസിക്കലി എന്തൊക്കെയാണ്, സോയിൽ ഇറോഷൻ ഉണ്ടായിരിക്കും. ദെൻ സോയിൽ മൊത്തം എന്താവും, സൺ ബേക്ക്ഡ് ആയിട്ട് ക്രാക്ഡ് ആയി കിടക്കില്ല. ടെമ്പറേച്ചർ കൂടിയിട്ട് ആ ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൺ ബേക്ക്ഡ് ആൻഡ് ക്രാക്ഡ് സോയിൽ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ പ്ലാന്റ്സും ആനിമൽസും അവിടെ നഷ്ടപ്പെടും. ദെൻ റിവേഴ്സ് ഒരുപാട് ഡ്രൈ ആയി പോവും. ഡെസേർട്ട് അവിടെ ഉണ്ടായിരിക്കും. സാൻഡ് സ്റ്റോൺസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, മണൽക്കാറ്റ് അല്ലേ, മണൽ കൂനുകൾ കൂടും. പിന്നെ അതുപോലെ തന്നെ മണൽ കാറ്റുകൾ ഒരുപാട് ഇൻറ്റൻസിറ്റിയിലുള്ള വിൻഡ് ഈ സാൻഡിനെ സ്റ്റോം പോലെയാക്കും, മണൽക്കാറ്റ് കടിക്കും. ദെൻ പെട്ടെന്നുള്ള ഫ്ലഡ്സ് ഉണ്ടായിരിക്കും അല്ല. ഇങ്ങനെയുള്ള കുറേ ഇമ്പാക്ട്സ് ഫിസിക്കലി ഡെസേർട്ടിഫിക്കേഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഡെസേർട്ടിഫിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാം, അതാണ് ടാക്ലിംഗ് ഡെസേർട്ടിഫിക്കേഷൻ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് ട്രീസ് പ്ലാന്റ് ചെയ്യാം അല്ലേ. കുറേ ട്രീസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, ആ ട്രീസ് ആ സോയിലിൻ്റെ അതിൻ്റെ എറോഷൻ കൺട്രോൾ ചെയ്യും. ആ റൂട്ട്സ് എല്ലാം ഫ്ലോയിങ് വാട്ടറിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രീസ് ചെയ്യും. ചീപ്പാണ് നമുക്ക് ട്രീസ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. വളരെ കാലഘട്ടത്തിലുള്ള അല്ലേ, പെട്ടെന്ന് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല, ലോങ് ടേം ആയിട്ട് നല്ലൊരു ബെനിഫിറ്റാണ് എന്ത് ചെയ്യുന്നത്, ട്രീസ് പ്ലാന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രീസ് എന്ത് ചെയ്യും, ഫ്യൂവൽ വുഡ് പ്രൊവൈഡ് ചെയ്യും, ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം എന്താണ്, ട്രീസ് പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. നെക്സ്റ്റ് ഡെസേർട്ടിഫിക്കേഷൻ ടാക്കിൾ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടെറസിങ് ആണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ടെറസിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ റെയിൻഫോൾ വരുന്ന സമയത്ത് അത് ടോപ്പ് സോയിലിനെ റിമൂവ് ചെയ്യാതെ നോക്കുക, അതാണ് ടെറസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗറിൽ തന്നെ ടെറസിങ് കാണിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മൾ ഇടയിൽ ബൺസ് പോലെ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ബണ്ടുകൾ എന്ത് ചെയ്യും, ആ ടോപ്പ് സോയിൽ റിമൂവൽ പ്രിവെൻറ്റ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെസേർട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
മാജിക് സ്റ്റോൺസ് എന്താണ്? നമ്മൾ ടെറസിങ്ങിൽ എന്താ ചെയ്തത്? ബണ്ട് പോലെ സോയിൽ ഉപയോഗിച്ചിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുക ചെയ്തല്ലേ. ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോൺസ് ആണ് നമ്മൾ എന്തിനു പകരം കൊടുക്കുന്നത്? ബണ്ട് പോലെ സോയിൽ വെച്ചതിന് പകരം സ്റ്റോൺസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബണ്ട് പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റോൺസ് എന്ത് ചെയ്യും? സോയിൽ എറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. സോ അങ്ങനെ ടോപ്പ് സോയിൽ റിമൂവ് ആവാതെ നോക്കാൻ സാധിക്കും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഡെസേർട്ടിഫിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാൻഡ് സ്ലൈഡ് ആണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലാർജ് മാസ് ഓഫ് ലാൻഡിനെ ഡൗൺവേർഡ് സൈഡിലോട്ട് എന്ത് ചെയ്യാണ്? അത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വാട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ കോസ് ആവാം. ഈ ഏതെങ്കിലും കോസസ് കാരണം ഈ ഒരു ലാർജ് മാസ് ഓഫ് ലാൻഡ് ഡൗൺവേർഡ് സൈഡിലോട്ട് എത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. എന്തൊക്കെ കൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്? എർത്ത്ക്വേക്സ് കാരണങ്ങളാവാം, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ആവാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ? ഗ്രൗണ്ട് ഷേക്ക് ആവും. സോ ലാൻഡ് ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് നിൽക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഹെവി റെയിൻഫോൾ കാരണം എന്താവണം? വാട്ടർ കണ്ടന്റ് കൂടുതലാവും. സോ മഡിയാവും ആ ഏരിയ, അങ്ങനെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ വാട്ടർ ആവാം, വിൻഡ് ആവാം. ഇതെല്ലാം എന്താവാം? ലാൻഡ് സ്ലൈഡ്സിനുള്ള കോസസ് ആവാം. ഇതെല്ലാം എന്താണ്? ലാൻഡ് സ്ലൈഡ്സിന്റെ നാച്ചുറൽ റീസൺസ് ആണ്. ഇനി ആർട്ടിഫിഷ്യൽ റീസൺസ് വഴിയും എന്തുണ്ടാവാം? ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ കാരണമോ, അല്ലെങ്കിൽ ഹ്യൂജ് ബിൽഡിങ്സ്, വളരെ ഹെവിയർ ആയിട്ടുള്ള ഹ്യൂജ് ബിൽഡിങ്സ് കാരണമോ. അപ്പം എന്ത് സംഭവിക്കും? വളരെ ഹെവിയർ ആയിട്ടുള്ള ഹ്യൂജ് ബിൽഡിങ്സ് ആണെങ്കിൽ അവിടെ ഗ്രൗണ്ട് അൺസ്റ്റഡി അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവും. സോ അത് കാരണം എന്തുണ്ടായിരിക്കും? ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ റീസൺസ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാം എന്താണ്? നാച്ചുറൽ റീസൺസ് ആണ് ലാൻഡ് സ്ലൈഡ്സിൻ്റെ. കോസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താ? കോൺസിക്വൻസസ്. എന്തൊക്കെയാണ് ഒരു ലാൻഡ് സ്ലൈഡ് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവുക? ഉള്ള ബിൽഡിങ്സ് എല്ലാം എന്തായിപ്പോവും? ബറീഡ് ആയിപ്പോവും. അതിൻ്റെ മേലെ മൊത്തം മണ്ണ് വന്ന് വീണ് അത് മൊത്തം കവേർഡായി പോവും, ബറീഡായി പോവും. ദെൻ ഗ്രൗണ്ട് ക്രാക്ക് ആവും. ഉള്ള ട്രീസ് എല്ലാം എന്തായി പോവും? നശിച്ചു പോവും. അത് വേരൊക്കെ പുറത്ത് വന്ന് നശിച്ചു പോവും. ദെൻ അവിടെയുള്ള സ്ട്രീറ്റ് ഫർണിച്ചേഴ്സ് എല്ലാം നശിച്ചു പോവും. എവിടെ എർത്ത് അല്ലേ, അവിടെയുള്ള ലാൻഡ് അത് മൊത്തം നശിച്ചു പോവും. ദെൻ റിവേഴ്സ് ഓവർഫ്ലോ ചെയ്ത് ഒഴുകാൻ തുടങ്ങും. എന്താവും? അൾട്ടിമേറ്റ്ലി അത് ഡെത്തിന് വരെ കാരണമാവും അല്ലേ. മനുഷ്യന്മാരുടെ ഡെത്ത് ഇപ്പം നമ്മൾ ഉരുൾപൊട്ടലൊക്കെ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ. എന്താ സംഭവിക്കുന്നത്? ആ ഹൗസസ് ഒക്കെ ബറീഡായി പോകുമ്പോൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം അതിനകത്ത് ലോക്കായി പോകും. സോ അവരെല്ലാം അതെല്ലാം എന്തിലോട്ട് ലീഡ് ചെയ്യും? ഡെത്ത് ഓഫ് പീപ്പിളിലോട്ട് ലീഡ് ചെയ്യും. ദെൻ ലാൻഡ് സ്ലൈഡ്സിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? നല്ല ബിൽഡിങ്സിൻ്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഹിൽ സൈഡ്സ് അതുപോലെ മൗണ്ടെയിൻസിൻ്റെ അടുത്തൊന്നും പോയിട്ട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ നമുക്ക് എർത്ത് ക്വേക്സിനെ, ലാൻഡ് സ്ലൈഡ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നല്ല പ്രാക്ടീസസ് കണ്ടുപിടിക്കുക. എർത്ത് ക്വേക്സും ലാൻഡ് സ്ലൈഡ്സൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നല്ല പ്രാക്ടീസസ് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഒരു റെസ്ക്യൂ ടീം എപ്പോഴും അതിനെക്കുറിച്ച് കരുതി വയ്ക്കുക. ദെൻ റെസ്ക്യൂ വിക്ടിംസിന് ഉള്ള ഗുഡ് എക്യുപ്മെൻറ്റ്സ്, നല്ല എക്യുപ്മെൻറ്റ്സ് എപ്പോഴും റെഡിയാക്കി വയ്ക്കുക. ഇവാക്വേഷൻ പ്ലാൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഇവാക്വേഷൻ പ്ലാൻസ് ഉണ്ടാക്കുക. ദെൻ ഗ്രൗണ്ട് മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിച്ചസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാൻഡ് സ്ലൈഡ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഈ പ്രോപ്പറായിട്ട് ലാൻഡ് യൂസ് പ്ലാനിങ്, എങ്ങനെ നമുക്ക് ലാൻഡ് യൂസ് പ്ലാനിങ് പ്രോപ്പറായി ചെയ്തതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാമെന്നുള്ളതാണ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? നമ്മൾ ഇന്നത്തെ പ്രസൻറ്റ് ജനറേഷന് നീഡ്സ് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ജനറേഷന് നീഡ്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കൺസേർവ് ചെയ്ത് വെക്കുക. സോ അതിന് വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഓരോ റിസോഴ്സസും നമുക്ക് എന്ത് ചെയ്യുക? എഫിഷ്യൻ്റ് ആക്കി മാറ്റുക. അതുപോലെ റിസൈലൻറ്റ് പ്രൊഡക്ഷൻ കൊണ്ടുവരിക. അപ്പോൾ എന്താണ്? നമ്മൾ ലൈവ്ലിഹുഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൈലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റംസ് കൊണ്ടുവരും. അതേപോലെ തന്നെ റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് കൺസേർവ് ചെയ്യുക. ദെൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആണെങ്കിൽ റീസ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഫോറസ്റ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്താലും പിന്നെയും പ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് ഫോറസ്റ്റേഷനൊക്കെ ചെയ്തെടുക്കാം. സോ അങ്ങനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിനെയും ബയോഡൈവേഴ്സിറ്റിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുക. ദെൻ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. ഓവർ ഫുഡിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ദെൻ ഫുഡ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ലാൻഡ് യൂസിൻ്റെ പില്ലേഴ്സായിട്ട് പറയുന്നത്. ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ നീഡ്സും കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള റിസോഴ്സസ് ഒക്കെ കൺസേർവ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. സോ അതുപോലെ തന്നെ ലാൻഡ് യൂസ് പ്ലാനിങ് ചെയ്യുന്ന സമയത്തും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മുൻനിർത്തിക്കൊണ്ട് ലാൻഡ് യൂസ് പ്ലാനിങ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രോപ്പർ ലാൻഡ് യൂസ് പ്ലാനിങ്ങിൽ വരുന്നത്.